Hello dear students. In the last class we could see Till reached in the Archduke Palace and presented a picture to the Archduke. And pleased by this, Archduke appointed Till as his court painter and also asked him to paint his picture. Till suggested that adding the courtiers would be a little better. And Archduke liked Till's opinion and he allowed it. Let's see what happened later. Okay? You can pause the video and read the paragraph very carefully. Previous class, we could see Till got a reward of 100 gold coins in advance and he became happy. Till said, "You are very kind-hearted and you have made me happy and I will strive for your prestige." Till asked the Archduke to allow him to meet the courtiers one by one. He wanted to know more about them. The first one to come was the commander-in-chief of the army. How was he? Yes, we could see here he was a short, fat, bald-headed man with a large stomach or pot belly. He threatened Till by saying that if he do not make his stomach look flat, he will kill him by hanging. ഇപ്പോൾ എന്താണ് നമ്മളിവിടെ കണ്ടത്? ടില്ല് കോർട്ടിയേഴ്സിനെ ഓരോരുത്തരായിട്ടും നേരിൽ കാണാൻ, ഇപ്പോൾ വരയ്ക്കുന്നതിന് മുമ്പ് അവരുടെ മുഖങ്ങളൊക്കെ നോക്കി പഠിക്കണം. അപ്പം അതിനായിട്ട് നേരിൽ കാണാനായിട്ട് ആർച്ച് ഡ്യൂക്കിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വന്നത് കമാൻഡറായിരുന്നു, ആർമിയുടെ കമാൻഡറായിരുന്നു വന്നിരുന്നത്. അപ്പം അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? അദ്ദേഹം അധികം പൊക്കമൊന്നും ഇല്ലാത്ത, വയറൊക്കെ ചാടിയിട്ട് തലയിൽ മുടിയൊന്നുമില്ല. ഇവിടെ കാണാം നിങ്ങൾക്ക്, ബാൾഡ് ഹെഡഡ് മാൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇദ്ദേഹം ടില്ലിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്നെ വരയ്ക്കുമ്പോൾ ഞാൻ വളരെ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. എൻ്റെ വയറ് നിങ്ങൾ ഫ്ലാറ്റ് ആക്കണം. നമ്മൾ സിക്സ് പാക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആക്കി മാറ്റണം. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ടില്ലിനെ തൂക്കിക്കൊല്ലുമെന്നാണ് കമാൻഡർ പറഞ്ഞത്. ദെൻ the next opportunity was for an old woman. What was her problem? Yes, she had a rounded growth on her back. She also frightened Till by saying him to remove her hump and make her beauty. Otherwise, she will cut him to pieces. Next was a young beautiful girl, but she has also one problem. What was it? Yes, you're absolutely right. She lost 3 of her front teeth in an accident. Then how she threatened Till? Yes, she said that if you don't paint beautiful teeth in the place of her lost teeth, the captain of the guards, who she said her lover, will kill him. Similar requests and threats followed. At last the Archduke said him to paint the picture perfectly and naturally. That means don't mix any grey hair or a small dark spot. Otherwise he will kill him brutally. അപ്പോൾ എന്താണ് നമ്മൾ 9th പാരഗ്രാഫിൽ കണ്ടത്? അപ്പോൾ കമാൻഡറിന് ശേഷം അവിടെ കുറച്ച് പ്രായം ചെന്ന ഒരു സ്ത്രീയായിരുന്നു വന്നത്. എന്തായിരുന്നു ആ സ്ത്രീയുടെ പ്രത്യേകത? അവർക്ക് പുറകിലായിട്ട് ഒരു കൂന്, നമ്മൾ മുതുകിലൊരു കൂന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ടില്ലിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്നെ ചിത്രത്തിൽ വരയ്ക്കുമ്പോൾ ആ കൂന് ചിത്രത്തിൽ കാണാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊല്ലും എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. അതിനുശേഷം ഒരു യങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഗേളാണ് അവിടെ വന്നത്. അവർക്കും ഉണ്ടായിരുന്നൊരു പ്രോബ്ലം. എന്തായിരുന്നു അത്? അവരുടെ പല്ലുകൾ ഒരു ആക്സിഡൻറ്റിൽ 3 പല്ലുകൾ ഫ്രണ്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ഇതേപോലെ ടൈലിനോട്
ഭീഷണിപ്പെടുത്തി പറയുകയാണ്, നിങ്ങൾ ചിത്രത്തിൽ വരയ്ക്കുമ്പോൾ മനോഹരമായ പല്ലുകളോട് കൂടി ഞാൻ ചിരിക്കുന്നത് ചിത്രത്തിൽ കാണണം. അതല്ലെങ്കിൽ അവൾ ചൂണ്ടിക്കാണിക്കുകയാണ്, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം തൻ്റെ ലവറാണെന്നും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, ചിത്രത്തിൽ എന്നെ ഭംഗിയായിട്ട് വരച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ കഷ്ണം കഷ്ണമാക്കി കൊല്ലും, വെട്ടിക്കൊല്ലും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള ഭീഷണികൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം നമ്മുടെ ആർച്ച് ഡ്യൂക്ക് വന്ന് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? കോർട്ടിയേഴ്സ് പറഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത്. അദ്ദേഹം ടില്ലിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു കാര്യവും കൃത്രിമമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല, നാച്ചുറലായിരിക്കണം നിങ്ങളെ വരാം. നിങ്ങളൊരു ചെറിയ മുഖത്തുള്ള ഒരു കറുത്ത പാടുകളോ അല്ലെങ്കിൽ ഒരു ചെറിയ നരച്ച മുടിയോ എന്തെങ്കിലും നിങ്ങൾ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കശാപ്പ് ചെയ്യും എന്നാണ് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത്. നോക്കൂ, ലുക്ക് അറ്റ് ദ ഫേറ്റ് ഓഫ് ടിൽ. സോ എനിവേ ദ ഡെത്ത് ഈസ് അൺഅവോയ്ഡബിൾ. Till thought it would be better not to paint the picture. Then what he did, he asked for a room and 3 assistants. Till and assistants enjoyed good food and spent 30 days without drawing any single line. When Archduke asked him to show the picture on 31st day, he said he needed some more time. Then Till and friends enjoyed 14 days the same way. The 45th day, when Archduke ordered to show the picture, Till said he was to do some finishing touches, so he needed some more days. Then Archduke said, you have 2 options. You should either complete the picture within 15 days or show me the unfinished picture now. Till promised that he can finish the picture within 14 days. So totally 60 days, Till and assistants spent time by eating and drinking. On 60th morning, Archduke entered the room forcefully and commanded him to show the picture. At that time, Till said he need a last help. He said, could you please order your courtiers to assemble in this room? I want to talk them before let them to see the picture. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ടില്ലിൻ്റെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. കോർട്ടിയേഴ്സ് പറഞ്ഞതനുസരിച്ചിട്ടില്ലെങ്കിൽ അവരോരോരുത്തരും ടില്ലിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത് എന്താണ്? ആർച്ച് ഡ്യൂക്ക് പറഞ്ഞതുപോലെ പെർഫെക്റ്റായിട്ട് ചിത്രം വരച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം ടില്ലിനെ കൊല്ലും. അപ്പോൾ ടില്ല് വിചാരിച്ചു എന്തായാലും മരണം ഉറപ്പാണ്, അപ്പോൾ എന്തായാലും ചിത്രം വരയ്ക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഇപ്പോൾ 2 തരത്തിൽ വരച്ചാലും പ്രശ്നമാണ്, അതുകൊണ്ട് ചിത്രം വരയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധികരമായ തീരുമാനമെന്ന് ടില്ല് വിചാരിക്കണം. അപ്പോൾ ടില്ല് രാജാവിനോട് ഒരു വലിയ ഹാള് തനിക്ക് സഹായികളായിട്ട് 3 ആൾക്കാരെയും ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനുള്ളിൽ ടില്ലും അദ്ദേഹത്തിൻ്റെ സഹായികളും 30 ദിവസം നന്നായി ഭക്ഷണം കഴിക്കുകയും വൈൻ കുടിക്കുകയൊക്കെ ചെയ്ത് ആസ്വദിച്ച് ജീവിച്ചു. 31ാമത്തെ ദിവസം ആർച്ച് ഡ്യൂക്ക് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫിനിഷിങ് കാര്യങ്ങളായിട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം കൂടിയും ആവശ്യപ്പെട്ടു. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ഒരു 15 ദിവസം കൂടിയും ടില്ലിന് കൊടുക്കുകയാണ്. വീണ്ടും ആ 15 ദിവസവും ടില്ലും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസും ഒരു വര പോലും ടില്ല് വരയ്ക്കുന്നില്ല. അവർ ഭക്ഷണം കഴിക്കുക, ആസ്വദിച്ച് അതിനുള്ളിൽ ജീവിക്കുകയാണ്. അങ്ങനെ അടുത്ത 15 ദിവസത്തിന് ശേഷം 45ാമത്തെ ദിവസം വീണ്ടും ആർച്ച് ഡ്യൂക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിനോട് ടില്ല് വീണ്ടും ആവശ്യപ്പെട്ട് കുറച്ചും കൂടി 1-2 ടച്ചസ് കൂടി ചെയ്യാനുള്ളൂ. ഇപ്പം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല, അതുകൊണ്ട് കുറച്ചുകൂടി സമയം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു, ഒന്നിരിക്കലും നിങ്ങൾ വരച്ച് കഴിയാത്ത അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ആ പിക്ചർ എനിക്കിപ്പോൾ കാണിക്കണം, അതല്ലെങ്കിൽ 14 ഡേയ്സ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ചിത്രം എന്തായാലും നിങ്ങൾ കാണിച്ചു തരണം. അപ്പോൾ അതിന് ടില്ല് സമ്മതിക്കുകയാണ്. അങ്ങനെ 60ാമത്തെ ദിവസം നമ്മളുടെ ആർച്ച് ഡ്യൂക്ക് ടില്ലിൻ്റെ അടുത്തേക്ക് വളരെ ഇവിടെ പറയുന്നുണ്ട് കയറി വരുന്നത് ഫോഴ്സ്ഫുള്ളിയാണ്.
അദ്ദേഹം ആകാംക്ഷയോട് കൂടിയിട്ട് ടില്ലിൻ്റെ റൂമിലേക്ക്, ഹാളിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടു ഉടനെ തന്നെ ആ കർട്ടൻ മാറ്റിയിട്ട് പിക്ചർ കാണിക്കാനായിട്ട്. ആ സമയത്ത് ടില്ല് പറയുകയാണ്, എനിക്ക് അവസാനമായിട്ട് അങ്ങയുടെ ഒരു സഹായം കൂടി ആവശ്യമുണ്ട്. നിങ്ങൾ എല്ലാ കോർട്ടിയേഴ്സിനോടും, അവിടെയുള്ള സഭാംഗങ്ങളോടെല്ലാം ആ റൂമിലേക്ക് എത്തിച്ചേരാനായിട്ട് പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് പിക്ചർ കാണുന്നതിന് മുമ്പ് അവരോടുമായിട്ട് ടില്ലിന് കുറച്ച് സംസാരിക്കാനുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. When they all assembled, Till said, "This is a very special picture. This picture can only be seen by those who are born in the noble family or noble birth. Others can only see a blank wall instead of the picture." See what happened then? Yes, all of them praised Till's picture. Even they can't see anything. At that time, Duke's jester or joker jumped in the air and shouted that he was a fool and he had not noble birth or social rank. He couldn't see any picture. Then how Till managed this moment? Yes, he thought it was the right time to escape. He walked out of the hall and rode away on his donkey. അപ്പോൾ എന്താണ് നമ്മൾ കഥയുടെ അവസാനത്തിൽ കണ്ടത്? അപ്പോൾ എല്ലാ സഭാംഗങ്ങളും ആർച്ച് ഡ്യൂക്കും എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയ സമയത്ത് ടില്ല് പറയുകയാണ്, ഞാൻ വരച്ച പിക്ചർ വളരെ പ്രത്യേകതയുള്ള ഒരു പിക്ചറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോബിൾ ബർത്ത്, ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് പിക്ചറിൻ്റെ സ്ഥാനത്ത് ഒരു ബ്ലാങ്ക് വോള് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പറയാൻ തയ്യാറുണ്ടാവോ? ഞങ്ങൾ നോബിൾ ബർത്തുള്ളവരല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാവോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവരോരോരുത്തരും പ്രശംസിക്കുകയാണ് ടില്ലിൻ്റെ പിക്ചർ. ഓ, വളരെ നന്നായിരിക്കുന്നു, നോക്കൂ, ഇത് അവിടെ നോക്കൂ, എന്ത് മനോഹരമായ ചിരിയാണ് നിൻ്റേത്. അങ്ങനെ പരസ്പരം ഓരോരുത്തരും പ്രശംസിക്കുകയാണ്. ആ സമയത്താണ് ടില്ലിൻ്റെ വിദൂഷകനായിട്ടുള്ള ജോക്കർ, ജസ്റ്റർ, ജോക്കർ അല്ലെങ്കിൽ ബഫൂൺ എന്നൊക്കെ പറയും, അദ്ദേഹം പെട്ടെന്ന് ചാടിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് നോബിൾ ബർത്ത് ഇല്ല, അല്ലെങ്കിൽ ഉന്നത സോഷ്യൽ റാങ്ക് ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും, എനിക്കിവിടെ ഒരു പിക്ചറും കാണുന്നില്ല, ഞാനൊരു ബ്ലാങ്ക് വോളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടില്ല് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ഈ സമയത്ത് ടില്ലിന് മനസ്സിലായി ഇനി അവിടെ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ പ്രയാസമാണ്. പതുക്കെ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ബുദ്ധിമാന്മാർ പതുക്കെ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് പതുക്കെ യാത്രയാവുകയാണ്. പുറത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്ത് കയറിയിട്ട് അദ്ദേഹം യാത്രയാവുകയാണ്. അതെ, ടില്ല് ആർച്ച് ഡ്യൂക്കിനെയും അദ്ദേഹത്തിൻ്റെ കോർട്ടിയേഴ്സിനെയൊക്കെ കബളിപ്പിച്ച് ഒരു ചിത്രവും വരയ്ക്കാതെ 60 ദിവസം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് കഥയുടെ അവസാനത്തിൽ. Okay students, hope you understood the story and also you liked this. I will send you some detailed notes and works. You can do it to your notebook and send it personally. Okay.